നമസ്കാരം. കുംഭം 1 ഇന്ന് ത്രികോണയോഗം രൂപപ്പെടുകയാണ്. 3 യോഗം ഒന്നിക്കുന്നതിനാലാണ് ത്രികോണയോഗം രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. രാശി പരിവർത്തന യോഗം, സംസ്ഥാപ്തക യോഗം, ശോഭനയോഗം എന്നിങ്ങനെ 3 യോഗങ്ങളാണ് രൂപം കൊള്ളുന്നത്. ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലമാണ് ഈ യോഗങ്ങൾ രൂപാന്തരം കൊള്ളുന്നത് എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. ഇത് പല വിധത്തിലുള്ള അനുകൂലമായ ഫലങ്ങളും ചില രാശിക്കാരുടെ ജീവിതത്തിലേക്ക് നൽകുന്നതായ ദിവസമായി മാറും. അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ ദിവസമായി തന്നെ പരാമർശിക്കാം. പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ത്രികോണ യോഗത്താൽ അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, മനസ്സിന് സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളും സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കൂടാതെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ധനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലൂടെയും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അത് ബിസിനസ് പരമോ തൊഴിൽപരമോ ലഭിക്കാനുള്ള ധനം ലഭിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് ധനം വന്ന് ചേരുന്നതുമാകാം. കൂടാതെ ലോട്ടറി ഭാഗ്യം ഈ സമയം നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ജോലി സ്ഥലത്തെ ക്ഷമയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. പല വിധത്തിലുള്ള എടുത്തുചാട്ടത്തിനുള്ള പ്രവണതകളും വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്. സാമ്പത്തിക ബാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് കുറച്ചു കൊണ്ടുവരുവാൻ സഹായകരമായ സമയം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പല വിധത്തിലും അനുകൂലമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരും. കാരണം ധനപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമാകുന്നതിനൊപ്പം ജോലി മാറുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. അതിനാൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരാം. ആരോഗ്യപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പിന്തുണ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകേരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ കഷ്ടതകളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അനുഭവിക്കുന്നതായ കഷ്ടതകൾ ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം. സാമ്പത്തിക പ്രയാസങ്ങൾ, പരാധീനതകൾ ഒരല്പമെങ്കിലും കുറയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കടം വാങ്ങിയിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ കടം തിരികെ നൽകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കടബാധ്യതകൾ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. സമാധാനപൂർണമായ അന്തരീക്ഷം നിലനിൽക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുകയും അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. പുതിയ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. പരിചയമില്ലാത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ദുരിതങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതിനാൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം.
കൂടാതെ ത്രികോണ യോഗത്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ അനവധി നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ കുറയ്ക്കുവാനും ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കുവാനും സാധിച്ചു എന്ന് വരാം. പ്രധാനമായും നിങ്ങൾക്ക് ഇഷ്ട വസ്ത്രം വാങ്ങാനുള്ള യോഗം ലഭിക്കുന്നതാണ്. സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വ്യവസായവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങളും ഉടലെടുക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുകയും അപ്രതീക്ഷിതമായി ധനം ലഭിക്കുന്നതായ സമയമാകുന്നു. ലോട്ടറിയുമായി ബന്ധപ്പെട്ടാകാം, നറുക്കെടുപ്പിലൂടെയും സമ്മാനങ്ങൾ ലഭിക്കാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങൾ തന്നെയാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പെട്ടെന്ന് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പരാധീനതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്നാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പല ദോഷകരമായ അവസ്ഥകൾക്കും ഒരു പരിധിവരെയെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. മനസ്സിലെ വിഷമങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാനും ദേഷ്യം ഒരു പരിധിവരെ കുറച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ പല അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിൽ അരങ്ങേറുന്നതായ സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രധാനമായും നിസാരം എന്ന് കരുതി തള്ളിക്കളയുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരാം. പല രീതിയിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ സമീപിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ അനവധിയാണ് എന്ന കാര്യം ഓർക്കുക. അത് സഹായധനം ലഭിക്കലാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ധനം ലഭിക്കുകയോ അപ്രതീക്ഷിതമായ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുകയോ ചെയ്യുന്നതാകാം. നിങ്ങൾക്ക് പ്രധാനമായും ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള പണം കൈവായ്പ തിരികെ ലഭിക്കുന്നതോ ആകാം. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആരോഗ്യപരമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. വിധിയിൽ ശോഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ് പരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. മനോവിഷമങ്ങൾ പലതും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ സമീപനങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. മാനസികപരമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും താല്പര്യക്കുറവുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, മറ്റു രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. കഴിവിനൊത്ത മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പല കാര്യങ്ങളിലും പരിഹാരമാർഗം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിധിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പരാജയങ്ങൾ തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ജീവിതത്തിൽ പല വ്യക്തികളിൽ നിന്നും നേരിട്ടിരിക്കുന്നതായ പലവിധ ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരും എങ്കിൽ പോലും പണത്തിന് ആവശ്യം വർദ്ധിക്കുകയും തന്മൂലം ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ദോഷകരമായ പല കാര്യങ്ങളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സുഹൃത്തുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും പിന്തുണ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ബിസിനസ് പരമായ ഉയർച്ച
ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. മനസ്സിനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമാധാനം നേടിയെടുക്കുവാൻ സാധിക്കും. ശുഭകാര്യങ്ങളിൽ ശുഭകരമായ കാര്യങ്ങൾ, മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുക, ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതായ സമയമാകുന്നു. പല വഴികളിലൂടെയും ധനം ലഭിക്കാം. പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ, പണം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പണം ലഭിക്കാവുന്നതാണ്. നൽകേണ്ടതായ പണം നൽകാനുള്ള സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പൊതുവിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ്. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കാവുന്നതാണ്.